നോട്ട് ബുക്കുകൾ പെൻസിൽ തേങ്ങ വാട്ടർ ബോട്ടിൽ കളർ പെൻസിൽ എല്ലാം സോട്ടിലുണ്ട്, എല്ലാം സോട്ടിലുണ്ട്. വാട്ടിലേക്ക് പോകാം, വാട്ടിലേക്ക് പോകാം. പുത്തൻ കുടകൾ, ബാഗുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങി എല്ലാം സോൾട്ടിലുണ്ട്. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, ചുള്ളിക്കൽ, കൊച്ചി. അറബിക്കടലിൽ മുങ്ങിപ്പോയ MSC എൽസ 3-യിൽ നിന്നും എല്ലാ കണ്ടെയ്നറുകളും പുറത്തെടുക്കുമെന്നും ഒഴുകി നടക്കുന്ന എല്ലാ കണ്ടെയ്നറുകളും തീരത്തടുപ്പിക്കുമെന്നും DG ഷിപ്പിംഗ്. കൊച്ചിക്ക് പടിഞ്ഞാറ് കണ്ടെയ്നർ ചരക്ക് കപ്പൽ മുങ്ങിത്താഴുന്നതിനെ തുടർന്നുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിയതായും സർക്കാർ സുരക്ഷാ നടപടികൾ എടുത്തതായും ആശങ്ക വേണ്ടെന്നും ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യ അധികൃതർ പറഞ്ഞു. കൊച്ചി തുറമുഖത്ത് മറൈൻ, ദുരന്ത നിവാരണം, പോലീസ്, കോസ്റ്റ് ഗാർഡ് തുടങ്ങി വിവിധ ഏജൻസി പ്രതിനിധികളുമായി നടന്ന അവലോകന യോഗത്തിനു ശേഷം DG ഷിപ്പിംഗ് ഓഫീസർ ശ്യാം ജഗന്നാഥൻ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. Brief of what all measures we have taken post the incident, so that everybody is assured of action being taken by the Directorate General of Shipping, which is under the Ministry of Port Shipping and Waterways. You are aware the incident occurred, the listing incident occurred on 24th May afternoon. Within 6 hours, immediately a coordination committee meeting was conducted by the Directorate General of Shipping with the owners and directed them to appoint a salvage agency to address the listing incident to avoid any potential environmental disaster. And owners have confirmed the appointment of the salvage firm, the T&T Salvage. It's an American-based company. We have a large presence in Asia. So they confirmed in writing on 24th night, the agency has been appointed. Some experts will be flying from Singapore and Netherlands. I will be talking about the main 6 issues which we need to address post the sinking of this vessel. There have been issues like first is the containers which have landed ashore in various coasts of the Kerala. As of now, 48 containers have landed, and our more greater concern is spillage which has occurred from these containers to some parts of Kerala coast. കൊച്ചിക്ക് പടിഞ്ഞാറ് മുങ്ങിത്തായുന്ന MSC എൽസ 3 കപ്പൽ മുങ്ങാനിടയായത് സാങ്കേതിക പിഴവ് മൂലമാണെന്നാണ് പ്രാഥമിക നിഗമനം. നിലവിൽ 50 മീറ്റർ താഴ്ചയിലാണ് കപ്പൽ കിടക്കുന്നത്. ചരക്ക് കപ്പൽ ഗതാഗതത്തിന് ഇത് തടസ്സമാവുന്നില്ല. എന്നാൽ ചരക്ക് നീക്കമടക്കമുള്ള കപ്പൽ ഗതാഗത മേഖലയിൽ മാരിടൈം രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിന് മുങ്ങിത്തായുന്ന കപ്പലിന്റെ അപകടം പ്രതിഫലിക്കും. കപ്പൽ അപകടത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ഏകോപനത്തിലൂടെ നിരീക്ഷിക്കുകയും നടപടികൾ എടുക്കുകയുമാണ്. കപ്പലിൽ നിന്നുള്ള എണ്ണ വ്യാപനം നിയന്ത്രണ വിധേയമാണ്. എണ്ണപ്പാടകൾ നീക്കം ചെയ്യാൻ ഇന്ത്യൻ തീരരക്ഷാസേനയുടെ 4 കപ്പലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കപ്പലിലെ ചരക്ക് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാൻ വിദേശ ഏജൻസിയുമുണ്ട്. അപകടകരമായ കണ്ടെയ്നറുകൾ ഒഴുകി നടന്നവയിൽ ഇല്ല. 640 കണ്ടെയ്നറുകളിൽ അപകട ഭീതി ഉയർത്തുന്നത് കാൽസ്യം കാർബൈഡിന്റെ 12 കണ്ടെയ്നറും റബ്ബർ ഓയിലിന്റെ 1 കണ്ടെയ്നറുമാണ്. ഇതിൽ കാൽസ്യം കാർബൈഡിന്റെ 5 കണ്ടെയ്നറുകളാണ് കപ്പൽ പരപ്പിൽ ഉണ്ടായത്. മറ്റുള്ളവ അറയ്ക്കുള്ളിലാണ്. മറ്റ് ചരക്ക് കണ്ടെയ്നറുകൾ സാധാരണ ചരക്കുകളാണ്. ഒഴുകി നടന്ന് തീരത്തടിഞ്ഞ 50ഓളം കണ്ടെയ്നറുകളാണ് കണ്ടെത്തിയത്. നിലവിൽ കണ്ടെയ്നറുകൾ കടൽപ്പരപ്പിൽ ഒഴുകി നടക്കുന്നത് ശ്രദ്ധയിലില്ല. എണ്ണപ്പാട നീക്കം ചെയ്യാനും കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുമുള്ള പ്രവർത്തനങ്ങൾ ജൂലൈ 3-നകം പൂർത്തീകരിക്കാൻ കഴിയും. കാലാവസ്ഥ അനുകൂലമല്ലാത്തതാണ് കാരണം. തുടർന്ന് വിശദമായ പരിശോധനകൾ നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. നിലവിൽ കപ്പൽ അപകടം നടന്ന മേഖലയിൽ മത്സ്യബന്ധന യാനങ്ങൾക്ക് നിരോധനമുണ്ട്. മറ്റ് കപ്പലുകൾ ഈ മേഖലയിൽ എത്താതിരിക്കാൻ തീരരക്ഷാസേന നിരീക്ഷണവും നടത്തുന്നുണ്ട്. കപ്പൽ പാതയിൽ നിന്ന് മുങ്ങിയ കപ്പൽ നീക്കം ചെയ്യാനും നടപടികളുണ്ടാവും. MSC എൽസ 3 സാങ്കേതികവും രേഖകളാലും ചരക്ക് നീക്ക സേവനത്തിന് സജ്ജമാണ്. MSC കമ്പനി അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ട്. കപ്പൽ അപകടം നടന്ന് മണിക്കൂറുകൾക്കകം രക്ഷാപ്രവർത്തനങ്ങളും തുടർ നടപടികളും കൈക്കൊള്ളാൻ കഴിഞ്ഞതും നേട്ടമാണ്. ചീഫ് സർവേയർ അജിത് സുകുമാരൻ, മർക്കന്റൈൻ മറൈൻ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ ഓഫീസർ സെന്തിൽ കുമാർ, ക്യാപ്റ്റൻ അബ്ദുൽ കലാം എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.